അപ്പോൾ മീഡിയ ടീമിനോടൊപ്പം ചേർന്നു നമ്മുടെ പ്രിയങ്കരിയായ റുക്സാന ടീച്ചറാണ്. കിൽത്താൻ ദ്വീപിൽ കുറേ വർഷം വർക്ക് ചെയ്തു. ടീച്ചർ എങ്ങനെ കാണുന്നു ഇപ്പോൾ വന്നപ്പോൾ കിൽത്താൻ ദ്വീപിൽ എന്തൊക്കെ മാറ്റങ്ങൾ? എത്ര വർഷം മുമ്പായിരുന്നു ഇവിടുന്ന് പോയത്? ഞാനിവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. 5 വർഷത്തിൽ നിന്ന് ഇപ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഹോം ടീം ആയതുകൊണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ ടീച്ചർ, അപ്പോൾ നമ്മളെ ഇവിടത്തെ സ്വീകരണവും അതുപോലെ ഇവിടത്തെ ഈ സെറ്റപ്പും അതുപോലെ നിങ്ങളുടെ താമസവും ഭക്ഷണവും എങ്ങനെ പൊതുവെ എങ്ങനെ കുട്ടികൾ എന്ത് പറയുന്നു? കുട്ടികൾ വളരെ നല്ല രീതിയിലാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വന്നത്. ആദ്യമായി തന്നെ ഇവിടെ വെസൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സ്വീകരണം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ താമസ സൗകര്യം എടുത്ത് പറയാവുന്നതാണ്. നല്ല സെറ്റപ്പോട് കൂടിയാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ഫിഷറീസിലാണ് താമസ സൗകര്യം ഉള്ളത്. ഫുഡ് കുഴപ്പമില്ല, ഫുഡ് അങ്ങനെ പോകുന്നുണ്ട്. താമസ സൗകര്യം AC എല്ലാം കൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ബാക്കി ടീമുകാർ കച്ചറാക്കോ? പിന്നെ 5 വർഷം ഞാനിവിടെ വർക്ക് ചെയ്തു. എനിക്കപ്പോൾ ഒരു ഹോംലി ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 2014 ഇവിടെ ഈ ഗ്രൗണ്ടിന്റെ ഇനാഗ്രേഷൻ ടൈമിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. വളരെ നല്ല. ഓക്കെ, കവരത്തി ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു? പെർഫോമൻസിന്റെ കാര്യം പ്രതീക്ഷയുള്ള ഇപ്പൊ വിജയിച്ചതിൽ ഏതൊക്കെയാണ് പ്രതീക്ഷയുള്ളത്? ഫുട്ബോൾ ആണ് പ്രതീക്ഷയുള്ളത്. ഓക്കെ, കവരത്തി ടീമിൽ നിന്ന് എത്തിയ ആഷിഖ് സാറാണ് കൂടെ ഉള്ളത് ഒഫീഷ്യേറ്റിംഗ്. അപ്പോൾ സാർ എങ്ങനെ കിൽത്തൽ വന്നിട്ട് എന്തൊക്കെ ഫീലിംഗ് ആണ് സാറിന് തോന്നുന്നത് ഇപ്പോൾ ഈ ഫീൽ ചെയ്യുന്ന ഈ സമയത്ത്? ഞങ്ങളുടെയൊക്കെ ഒരു 10-16 വർഷത്തിന് ശേഷം ഇത്രയും നല്ല രീതിയിൽ, അതും സ്പോർട്സിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ലോഗോ ലോഞ്ചിങ്ങിലൂടെ തുടങ്ങി ഇന്നിതുവരെ ലക്ഷദ്വീപ് കാണാത്ത ഏറ്റവും നല്ല ഓർഗനൈസിംഗ് ആണ് കിൽത്തനിൽ കാഴ്ചവെച്ചത്. അതിലെടുത്ത് പറയാനുള്ള സ്വിമ്മിംഗ് ആണ്. ഫ്ലഡ് ലൈറ്റിൽ രാത്രിയിൽ ഇത്രയും നല്ല രീതിയിൽ കിൽത്തനിൽ സ്വിമ്മിംഗ് നടത്താൻ പറ്റിയ തന്നെ നമ്മളുടെ കായിക മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. എന്ത് തന്നെ ആയാലും കിൽത്താൻ ദ്വീപിലെ സപ്പോർട്ടും അവരുടെ സ്കൂൾ കോംപ്ലക്സിന്റെ ഒരുമയും കൊണ്ട് ഈ LSG വളരെ ധന്യമാക്കിയിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ കവരത്തിയിലെ പാർട്ടിസിപ്പൻസ് ആണ് ഇത്. നിങ്ങൾ എങ്ങനെയാണ് അടുത്ത പ്രതീക്ഷകൾ? നിങ്ങളിപ്പോൾ ബാക്കി നിൽക്കുന്ന ഗെയിംസിൽ ഏതൊക്കെയാണ് പ്രതീക്ഷകളുള്ളത്? ഫുട്ബോൾ, അണ്ടർ 19 ചാമ്പ്യൻ ആകും ഉറപ്പാ. പിന്നെ ഏതിലാ ഉള്ളത്? വോളിബോൾ 19 അണ്ടർ 19 വോളിബോൾ. അത് രണ്ടും ഉറപ്പാണ്. അപ്പൊ അണ്ടർ 19 ഇവർ ഒരു കട്ടൊക്കെ പിടിക്കുമെന്നാണ് തോന്നുന്നത്. ഫുട്ബോളും വോളിബോളും ബാഡ്മിന്റണും മൂന്നും കൊണ്ടുപോകാനുള്ള ഒരുക്കപ്പാടിലാണ്, തയ്യാറെടുപ്പിലാണ്. അവരെന്തായാലും ഏതിൽ കയറി? സെമിയിൽ കയറിയാ? കയറിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ.